ഹലോ ഗൈസ്, വീണ്ടും ഞങ്ങൾ എടാ പടത്തിന്റെ പേര് വ്യസന സമേതം ബന്ധു മിത്രാദികൾ. പടം കിടലം പടം. ചിരിച്ചിരിച്ച് ദാഹിക്കുന്നു ചിരിച്ചിരിച്ചിട്ട്. എന്തൊന്നും പറയാത്ത പറ, ഇൻഫ്ലുവൻസർ പറ. ഇൻഫ്ലുവൻസർ പടം എങ്ങനെയുണ്ട്? പടം നല്ല പടാ. എന്നുവെച്ചാല് ജോമോന്റെ എല്ലാം പെർഫോമൻസ് ഇപ്പാട്ട ജോമോന്റെ പേര് മനസ്സിലായത്. എല്ലാ നായികമാരുടെ പേര് അറിയാം. ആണുങ്ങളെ ഞാൻ യോജിക്കുന്നുണ്ട്. മാന്യന്മാരെ കുറിച്ച് അപവാദം പറയുന്ന അല്ല. പിന്നെ ആ സിനിമയിലേക്ക് വേറെ ആരും പേര് അറിയില്ല. അനശ്വര്യ മാത്രല്ല അറിയൂ. വേറെ കണ്ട ബാക്ക് നോക്കി. അനശ്വര പിന്നെ നമ്മളെ നാട്ടിലെ നമുക്ക് അറിയില്ല. ഇവന്റെ കൂടെ പഠിച്ചാണ്. ഇവന്റെ ഇവന്റെ സ്കൂളിലുണ്ടായി. ഇവെല്ലാം പോയി മിണ്ടാൻ പോയിട്ട് ആട്ടി വിട്ടിട്ടുണ്ട്. അപവാദം ഓവർ ഓവർ. പറ എന്നാ പടം ഒരു കിടിലം പടം. ജോമോൻ തൂക്കീന് ചില സാധനല്ല ചെങ്ങായി. അതല്ല മറ്റേ ഈല് എന്നാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞ പടത്തിലേ ആ പക്ഷി നോക്കുന്ന സീൻ അത് പറയുന്ന കേട്ടിട്ടേ ചെങ്ങായി ആയോണ്ടാണ് അത് വർക്കായിന്. ഇല്ലെങ്കിൽ ഈ കാലത്തൊന്നും ആരും വെക്കുമോ നല്ല പൃഥ്വിരാജ് ചോദിച്ചിട്ടുണ്ടായി. പക്ഷെ ചെങ്ങായി ജോമോൻ ആയോണ്ട് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിലും അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട്. ഒരു മറ്റേ നമ്മളെ ബേസിലിന്റെ പടം ഉണ്ടായിരുന്നല്ല, ബേസിലും ഗണപതിയും ആ ഒരു ടെറസിന്റെ മേലെ ബർത്ത്ഡേ ഇപ്പുറം മരിച്ചിട്ടാകുമ്പോ ആ ഒരു വൈബ്. ജസ്റ്റ് ഒരു ഇവന്റ് ആയിട്ടല്ല, വലിയൊരു കഥയല്ലാണ്ട് ഇമോഷനും ഉണ്ട്, റൊമാൻറ്റിക്കും ഉണ്ട്, കോമഡി എല്ലാം ഉണ്ടല്ലോ ഇതില്. ഫാമിലി പടം എന്നെല്ലാം പറയുന്ന പോലെ ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഇത്. കാണുക എല്ലാരും. അതായത് എല്ലാ ഓഡിയൻസിനും പറ്റും. അങ്ങനത്തെ വേറെ അങ്ങനത്തെ ഡബിൾ മീനിങ്ങോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ലെ. അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ചിരിക്കാൻ പറ്റിയ ഒരു കുട്ടികളെല്ലാം കൂട്ടിയിട്ട് കാണാൻ പറ്റിയ ഒരു പടം. അത് മറ്റേ ബറൂസ്. പക്ഷെ ആളില്ലാട്ടോ, വലിയ തിയേറ്ററിലൊന്നും ആളുണ്ടായിട്ടില്ല. അത് രണ്ടാമത്തെ വീക്കാണ്. ഫസ്റ്റ് വീക്ക് എല്ലാരും പോയി ഞാൻ അറിഞ്ഞേ. ഞാൻ ഇവനോട് പറഞ്ഞു കിടലൻ സിനിമ വിളിച്ചാടനെ. ഇവൻ പറഞ്ഞ നല്ല പടമൊന്നും ഇല്ലട കാണാൻ വേണ്ടി എന്നോട് പറഞ്ഞേ. വായിസ് പോസിറ്റീവ് റെസ്പോൺസ് നൽകിയ പടം എല്ലാം ഇപ്പൊ നൈസായിരിക്കും പറഞ്ഞ അതെങ്ങനെയാ പറയുന്നത്. ആടെ ഒരു പോസ്റ്റർ വേറൊന്നും പടത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. അത് നൈസായിരിക്കും പടം. ആ പടത്തിന്റെ പോസ്റ്ററും മനസ്സിലായി, ആൾക്കാരും കണ്ട് നമുക്ക് ഫീൽ ഗുഡ് ഉണ്ടാവും. ആരാള് ആളാരാന്നറിയില്ല. ഇന്ത്യൻ ഗേറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷെ ബാക്ക്ഗ്രൗണ്ടില് മൂന്നാളുണ്ട്. അവര് പണ്ടത്തെ കാലം കാണിക്കുന്നുണ്ടാവും. മനസ്സിലായ അതിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ട് അതിലാകെ ഇന്ത്യൻ ഗേറ്റ് മൂന്നാൾക്കാർ. ബാക്കിൽ മൂന്നാളുണ്ട്. ഇവര് രണ്ടാള് ഇങ്ങനെ ബാക്കിൽ മൂന്നാൾ. ഞാൻ ഓൾറെഡി നോക്കി അന്നേരം. ഉറുമ്പ് എങ്ങനെയുണ്ട്? നൈസ് പാടാന്ന് എല്ലാരും വന്ന് കാണുക. അർച്ചനയില വന്നേ കാണാൻ വേണ്ടിട്ട്. സ്ക്രീൻ 3 സ്ക്രീൻ 3 വെച്ചാൽ ഭയങ്കര ഇരുട്ടാണ്. സ്ക്രീൻ 3 എനിക്ക് ആ സീറ്റാ ഇഷ്ടം. സീറ്റിൽ നല്ല ഇതുണ്ട്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ലെഗ് സ്പേസ് നല്ല ഇരിക്കാൻ പറ്റും. 3 ഫ്രണ്ടിൽ നല്ല രസമാണ്. നല്ല സ്പേസ്. നമ്മ മാർക്കോ 3 ഉണ്ടല്ലേ. ആദ്യം 3 വരുന്ന മാർക്കോലല്ലേ. അതെന്നാ ഇങ്ങനെ ആരൊക്കെ കാണുന്നു ഇങ്ങനെയല്ലോ. അങ്ങനെ അത്ര ഫ്രണ്ടിലാവൂല. ഞാൻ നോർമലി നല്ല ലെഗ് സ്പേസ് ഉണ്ടാവും എല്ലാത്തിലും കമ്പാരിറ്റീവ്ലി. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പടാന്ന്. എല്ലാരും പോയി കാണുക. കാണാത്തവര് പോയി കാണുക. കാണാത്തവര് വേണ്ട കാണണ്ട. ഫായ്സിന് മറ്റേ ഭജനാണ് അത് എഴുതിയൊക്കെ ബൈ ഫായ്സ്. അത് പുതിയ നമ്മളെ തോട്ടാണ് എല്ലാം. പറ എന്നാണ് എല്ലാരും അഭിനയത്തിനെ കുറിച്ച് പറയുന്ന എല്ലാരും നൈസാണ്. അതില് ആ തടിയൻ എന്നാണ് നമ്മങ്ങനെ എഡിറ്റ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. അമ്മയില് വന്ന് പക്ഷെ നല്ല രസം ഉണ്ടായില്ല. ബോഡി മനസ്സിലായില്ല. ഫായ്സ് പോയായിരുന്നു ബോഡി ചേഞ്ച്. പിന്നെ കൊറേ റീൽ ചെയ്യുന്ന കൊറേ പിള്ളേരുണ്ട്. മറ്റേ എല്ലാരും ഉണ്ട്. പേരറിയില്ല. അങ്ങനെന്തോ അവനല്ല. ഞാൻ ഇവനോട് ഇവനറിയില്ല. പേര് നീപ്പം പറഞ്ഞേ. ഞാൻ പേര് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഓനപ്പരല്ല ചെക്കൻ കാശി അല്ല കാശിയല്ല അവന്റെ പേര്. കൊറേ ആളുണ്ട്. ചെറിയക്കനെ പേര് കാശിയാണ്. മരുമോനായിട്ട് വരുന്നത് അല്ല, മറ്റേ ബാൻഡ് കൊട്ടുന്ന അല്ലല്ല. പിന്നെ ഓന്റെ മോനായിട്ട് വരുന്നേ ഇത്. ഇവന്റെ വീഡിയോ ഉണ്ടോ? ഇവന്റെ എനിക്കറിയില്ല. നിന്റെ എനിക്കറിയില്ല. വെറുതെ അറിയുന്ന. പിന്നെ നല്ല രസമാണ് പടം കാണാൻ വേണ്ടിട്ട്.
ചിരിക്കാനുണ്ട് കുറെ. നമ്മള് ഫുള്ള് മറ്റേ സിനിമാറ്റിക് ആയിരിക്കും അല്ലേ, വ്ളോഗെല്ലാം വീഡിയോ എല്ലാം ഫുള്ള് എസ്തറ്റിക് ആയിരിക്കും. ഓരോ ഇതിലായിരിക്കും നമ്മള് ക്യാമറ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ് നമ്മളെ സിനിമ കഴിഞ്ഞു. അപ്പൊ വേണ്ടവര് കാണാത്തവര് കാണണ്ട. അർച്ചനയിലുണ്ട് സിനിമ. അർച്ചനയിൽ അത്രയില്ലെന്ന് തോന്നുന്നു. നമ്മള് പേര് പറഞ്ഞാല് ഒരു 10 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് കിട്ടിട്ട്. അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ ബൈ.